വെൽക്കം ബാക്ക് അവർ വീഡിയോ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇതിന് തൊട്ട് മുന്നേ ഇട്ട വീഡിയോയുടെ സെക്കൻഡ് പാർട്ടായിട്ടാണ്. ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ പോയിട്ട് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുഞ്ഞു മഗ്ഗുകളാണ്. ഈ കോഫി മഗ്ഗുകളൊക്കെ ഉണ്ടല്ലോ, ആ ടൈപ്പ് മഗ്ഗുകളാണ്. ഈ മഗ്ഗുകൾക്കെല്ലാം 11 റിയാലാണ് വരുന്നത്. മഗ്ഗുകൾക്ക് തൊട്ടടുത്തായിട്ട് തെർമൽ ഫ്ലാസ്ക് പോലെ തന്നെ കയ്യിൽ കൊണ്ടുനടക്കാൻ പറ്റുന്ന കുഞ്ഞു ഫ്ലാസ്കുകളാണ്. ഇതൊരു വെറൈറ്റി ആയിട്ട് തോന്നി. ഇത് ബാഗ് പോലെ ഇങ്ങനെ ഇട്ട് നടക്കാനൊക്കെ പറ്റും. എൻ്റെ കയ്യിൽ ഇതിൻ്റെ ഗ്രീന്, മോൻ്റെ കയ്യിൽ വൈറ്റാണുള്ളത്. ഇതിൻ്റെ തന്നെ ബ്ലാക്കും ഗ്രേ കളറും അവിടെ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഓപ്പൺ എങ്ങനെയെന്ന് വെച്ചാൽ പ്രസ് ചെയ്യുക, അത് ഓപ്പൺ ആവും. പ്രസ് ചെയ്യുന്ന സമയത്ത് ക്ലോസ് ചെയ്യാനും പ്രസ് ചെയ്തുകൊണ്ട് പുഷ് ചെയ്ത് കൊടുക്കുക, അപ്പോഴാണ് അത് ക്ലോസ് ആവുന്നത്. ഗ്രീനും ബ്ലാക്കും വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഓഫ് വൈറ്റ് അല്ലെങ്കിൽ വൈറ്റ് കളറ് ബോട്ടിലാണ് ഒന്നും കൂടെ ഭംഗിയുള്ളത്, ക്യൂട്ടായിട്ടുള്ളത്. അതിൽ ആ ഗോൾഡൻ കളർ വർക്കും എല്ലാം നല്ല ക്യൂട്ടായിട്ടുണ്ട്. മൊജിറ്റോ ഗ്ലാസ്. ഞാൻ ഓരോ പ്രോഡക്റ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് മോൻ അവിടെ അവൻ്റേതായ രീതിയിലുള്ള അവതരണത്തിലാണ്. ആശാന് ഭയങ്കര ബിസിയാണ്. ഓരോ പ്രോഡക്റ്റ് എടുത്തിട്ട് അവൻ്റേതായ രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത്. 1-2 ക്ലിപ്പുകൾ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് ഇപ്പോൾ ട്രെൻഡിങ്ങിലോടുന്ന ഒരു മഗ്ഗാണ്. കൊറിയൻ ടൈപ്പ് മഗ്ഗ്, അങ്ങനെ എന്തൊക്കെയാണ് അതിൻ്റെ പേര്. ആ ഒരു മഗ്ഗല്ല, ആ ഒരു ഫ്ലാസ്കിന് 26 റിയാലാണ് വരുന്നത്. ഇതെല്ലാം ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ഐറ്റംസാണ്. പല വെറൈറ്റീസ് ഉണ്ട്. എല്ലാം ഒന്നും ഞാൻ കയ്യിലെടുത്ത് കാണിക്കുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ കാണിച്ചിട്ട് പോവുകയാണ്. ഇതിൽ തന്നെ സ്റ്റീലിൻ്റെയും ഈ ലാസ്റ്റ് കാണുന്ന ഈ ഗ്രീൻ ആൻഡ് ബ്ലൂ കളറിലുള്ളതൊക്കെ ഗ്ലാസിൻ്റെതാണ് കേട്ടോ. പൊട്ടുന്ന ടൈപ്പ്. ഈ ഒരു ഏരിയയിൽ ഗ്ലാസ് ബോട്ടിൽസാണ്. ഇത് നമ്മൾ മുന്നത്തെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ജസ്റ്റ് ഓടിച്ചിങ്ങനെ വിടുകയാണ്. നോർമലായിട്ടുള്ള നമ്മൾ വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വലുതും ചെറുതായിട്ടുള്ള ഗ്ലാസ് ബോട്ടിൽസാണ്. ഞങ്ങളിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് പോകുന്ന ഇടയിൽ ഒറ്റപ്പെട്ടിട്ട് ഒരാളെ കണ്ടു. ഇയാളുടെ സെക്ഷൻ എവിടെയാണെന്നൊന്നും അറിയില്ല, പക്ഷേ കണ്ടപ്പോൾ നല്ല ക്യൂട്ടായിട്ട് തോന്നി. അതാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കുഞ്ഞായിട്ടുള്ള ജ്വല്ലറി ബോക്സാണ് തോന്നുന്നു. കൊള്ളാം. ഇത് കട്ടിംഗ് ബോർഡിൻ്റെ സെക്ഷനാണ്. ഈ കട്ടിംഗ് ബോർഡ് നോർമൽ കട്ടിംഗ് ബോർഡാണ്, പക്ഷേ ഇതൊരു വെറൈറ്റി ബോർഡാണ്. ഇത് നമുക്ക് ടേബിളിലൊക്കെ ഇങ്ങനെ ഡെക്കോറായിട്ടൊക്കെ വെക്കാൻ പറ്റും. നമ്മൾ ഡെക്കോർ ഐറ്റംസ് ഒക്കെ അതിൻ്റെ മേലെ വെക്കാനും, ഇത് തന്നെ പ്ലെയിൻ ഡെക്കോറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൻ്റെ തന്നെ റൗണ്ടും അവിടെ കണ്ടു. 11 റിയാലാണ്. ഇതൊക്കെ നോർമൽ കട്ടിംഗ് ബോർഡാണ്, അത്യാവശ്യം വലിയ കട്ടിംഗ് ബോർഡാണ്. ഇതതുപോലെ റൗണ്ടിലുള്ള നല്ല കട്ടിയുള്ളൊരു കട്ടിംഗ് ബോർഡാണ്. അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട്. എനിക്ക് തന്നെ അത് താങ്ങുന്നുണ്ടായിരുന്നില്ല, ഒറ്റ കൈ കൊണ്ട് പൊക്കിയിട്ട്. കനം കുറഞ്ഞ ചെറിയ കട്ടിംഗ് ബോർഡുകളും ഉണ്ട് കേട്ടോ. അതിനൊക്കെ 5 റിയാൽ 6 റിയാൽ ആ റേഞ്ചിലാണ് വരുന്നത്. ഇനി കാണാൻ പോകുന്നത് കുക്ക്വെയർ സെറ്റുകളാണ്. ഈ കുക്ക്വെയർ സെറ്റുകളിൽ ഒരുപാട് കളക്ഷനൊന്നും ഞാൻ അവിടെ കണ്ടില്ല. ഉള്ളത് നല്ല ക്വാളിറ്റിയുള്ള കളക്ഷൻസാണ്.
ഈ ഒരു ഗ്രേ കുക്ക്വെയർ സെറ്റ് നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല വെയിറ്റും ഉണ്ട്. ഈ ഒരു സെറ്റിന് 205 റിയാലാണ്, 3 പീസാണ് വരുന്നത്. അതുപോലെ ഈ കാണുന്നത് മാർബിൾഡാണ്, ഉള്ളിൽ മാർബിൾ ഫിനിഷിങ് വരുന്ന കുക്ക്വെയർ സെറ്റാണ്. ഇതിൽ 5 പോട്ടും 5 ടോപ്പുമാണ് വരുന്നത്. ഇതിൻ്റെ ഒരു തിക്നെസ് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഇതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. 334 റിയാലിലാണ് ഈ ഒരു സെറ്റ് വരുന്നത്. പിന്നെ ഈ ഒരു കുക്ക്വെയർ സെറ്റ് ഇതിന് 299 റിയാലാണ്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി കുക്ക്വെയർ സെറ്റാണ്. ഇതിലങ്ങനെ സ്ക്രാച്ചോ യെല്ലോ സ്റ്റെയിനോ കാര്യങ്ങളൊന്നും വരുന്നില്ല. നല്ല പ്രോഡക്റ്റാണ്, നല്ല വെയിറ്റും ഉണ്ട്. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഏത് പ്രോഡക്റ്റ് ആയാലും നമ്മൾ യൂസ് ചെയ്യുന്നത് പോലെ ഇരിക്കും. ഞാനിതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നോൺ സ്റ്റിക്ക് കുക്ക്വെയറുകൾ യൂസ് ചെയ്യുന്ന മെത്തേഡും കാര്യങ്ങളും പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ വീഡിയോസ് പോയി കാണാം. ഈ ഒരു വൈറ്റ് ടൈപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ കാണുന്നതും നല്ല കുക്കർ സെറ്റാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 310 റിയാലാണ്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സിംഗിൾ പീസായിട്ട് ബിരിയാണി പോട്ട്, വലിയ വലിയ പോട്ടുകളൊക്കെ വാങ്ങിക്കണമെങ്കിൽ അതും അവിടെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ചായയും കാവയൊക്കെ ഒഴിച്ച് വയ്ക്കാനും ചൂടാക്കാനൊക്കെ പറ്റുന്ന ടൈപ്പ് പാത്രങ്ങളാണ്. ഇതൊരു സ്പാച്ചുല സെറ്റാണ്. അതിൻ്റെ കൂടെ തന്നെ പല ടൈപ്പ് കത്തികളും ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന സ്റ്റാൻഡും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ കട്ടിംഗ് ബോർഡും കൂടെ വന്നിട്ടുള്ള ഒരു സെറ്റാണ്. ഈ ഒരു സെറ്റിന് 119-120 റിയാലാണ്. ഫിക്സ്ഡ് ആണ്, നമുക്കതിലെ പ്രൊഡക്റ്റ് മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. എല്ലാത്തരം സ്പാച്ചുലകളും അതിലുണ്ട്. ഇനി കത്രിക ഈ ടൈപ്പ് മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അതും അവിടെ അവൈലബിൾ ആണ്. ഇതിൻ്റെ റേറ്റ് ഞാൻ നോക്കാൻ വിട്ടുപോയി. പിന്നെ ഡിന്നർ സെറ്റുകൾ അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന ഒരു പോട്ടുണ്ടല്ലോ, പോട്ട് വന്നിട്ട് അതിൻ്റെ താഴെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബൗൾസ് തൂങ്ങിയിരിക്കുന്ന, ഇത് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടേബിളിൻ്റെ സെൻറ്ററിലും അല്ലെങ്കിൽ ടേബിളിൽ ഇങ്ങനെ വെക്കുക, നമുക്ക് സൂപ്പോ മറ്റെന്തെങ്കിലുമൊക്കെ ഒഴിച്ചിട്ട് ഈ ബൗളെടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിസ്റ്റം എന്നുള്ളത്. അപ്പോൾ അവരിവിടെ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തന്നെ പ്ലെയിൻ ആയിട്ടുള്ളതും സെറാമിക്കിൽ വരുന്നതും കളേഴ്സിൽ വരുന്നതും അവിടെ ഉണ്ട്. പിന്നെ ആ പോട്ട് ഇങ്ങനെ മേലെ നിൽക്കുക, താഴെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബൗൾസ് ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുകൂടാതെ ഫ്രൈ പാനുകൾ അവിടെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡിന്നർ സെറ്റുകളും വേറെയും മോഡൽ ഡിന്നർ സെറ്റുകളുണ്ട്. ഈ കാണുന്നതൊക്കെ സെറാമിക്കിൻ്റെ ഫുഡൊക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടും പുഡിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന സെറാമിക്കിൻ്റെയും ഗ്ലാസിൻ്റെയും ടെറാക്കോട്ട കോട്ടിങ്ങൊക്കെ വരുന്ന ഐറ്റംസാണ്. ഇതൊക്കെ നമ്മൾ മുന്നേ കുറേ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗം കംപ്ലീറ്റ് കുക്കറുകളാണ്. ഇത് ബ്രെഡ് ബോക്സുകളാണ്. ഇതിൻ്റെ വലുത് ചെറുത് ആ ഒരു സൈസിലാണ് അവിടെ ഉള്ളത്.
ഇവയെല്ലാം സ്റ്റീലിൽ കോട്ടിങ് ചെയ്ത് വന്നിട്ടുള്ള പാത്രങ്ങളാണ്. ഇനി കാണുന്നത് വുഡിൻ്റെ കുഞ്ഞു കുഞ്ഞു സ്പൂണുകളാണ്. നമ്മൾ ഈ മസാല ബോക്സിലൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന കുഞ്ഞു കുഞ്ഞ് സ്പൂൺ സെറ്റാണ്. 5 റിയാലാണ്, 5.75 റിയാലാണ് ഓരോ സെറ്റിന് വരുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കാസ്ട്രോളിൻ്റെ സെറ്റാണ്. ഈ ഒരു കുഞ്ഞു കാസ്ട്രോൾ സെറ്റിന് 73 റിയാലാണ്. ഈ ഒരു ഓവൽ ഷേപ്പുള്ളതിന് 125 135 അങ്ങനെ എന്തോ റിയാലാണ്. നല്ല വെയിറ്റ് ഉണ്ട് അതിൻ്റെ ടോപ്പ്. അതുകൊണ്ട് തന്നെ ഫുഡ് ഐറ്റംസൊക്കെ ചൂടാറാതിരിക്കാനും താഴേന്ന് നമുക്ക് ഹീറ്റ് ചെയ്യാനും പറ്റും. ഇത് ഗോൾഡൻ ടച്ചിലാണ് വരുന്നത്. അതിൻ്റെ തന്നെ സിൽവർ കളറിലുള്ള സ്ക്വയർ ടൈപ്പുള്ള കാസ്ട്രോൾ വരുന്നുണ്ട്. ഇതിൻ്റെ തന്നെ റൗണ്ടും ഓവൽ ഷേപ്പും വരുന്നുണ്ട്. ഇതിനാണ് 73 റിയാൽ എന്ന് പറയുന്നത്. ഈ കുഞ്ഞു പൊട്ടിന് നല്ല വെയിറ്റ് ഉണ്ട്, ടോപ്പ് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇക്ക ഞങ്ങളെ കാണാതായപ്പോഴേ തിരഞ്ഞിട്ട് വരുവാണ്. കാരണം കണ്ടത് മക്കൾ ഇക്കാൻ്റെ അടുത്തേക്ക് പോയി. ഇക്ക പിന്നെ നമ്മളെ കുറച്ച് വീഡിയോ എടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട് ആൾ തിരിച്ചു പോയി. ഈ ഒരു ഗോൾഡൻ കളറും ബട്ടർഫ്ലൈൻ്റെ ഷേപ്പിലൊക്കെ ഉള്ളത് ടിഷ്യൂ ഒക്കെ ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡാണ്. ഇത് അതുപോലെ ടേബിളിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന പല ഷേപ്പിലുള്ള ബൗളുകളാണ്. ഞാൻ ഈ കയ്യിലെടുത്ത് പറയുന്നത് വേറെ ഒന്നുമല്ല, അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഗോൾഡൻ കളർ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. ഇതിന് ബ്ലാക്ക് ഡീറ്റെയിലിങ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. ഇതൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുണ്ട്, കാണാത്തൊരു ടൈപ്പ് മോഡൽ. അത് മെറ്റലാണ് കേട്ടോ. താഴെ വന്നിട്ടുള്ള ഒരു സംഭവം മെറ്റലാണ്. അതുപോലെ ഈ എടുക്കുന്നത് താഴെയുള്ളത് ഗ്ലാസിൻ്റെതും അതിൻ്റെ 2 സൈഡിൽ വന്നിട്ടുള്ളത് കയറുകൊണ്ടുള്ള പിടിയാണ്. ഇതും നല്ല ഭംഗിയുണ്ട് കാണാൻ. ക്യൂട്ടായിട്ടുള്ള ചെറിയ ഒരു സേവിങ് ബൗള്. പിന്നെ വലുതുണ്ട് കേട്ടോ. വലുതൊക്കെ മേലെയാണ്, അതൊന്നും ക്യാമറയിൽ പെട്ടിട്ടില്ല, ചിലതൊക്കെ പെട്ടിട്ടുള്ളൂ. ഈ ഒരു പ്ലേറ്റ് നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ സൈഡിലിങ്ങനെ ബോൾ വന്നിട്ട് ഇതിൻ്റെ ഒരു കുഞ്ഞു പ്ലേറ്റ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. വീഡിയോസ് കാണാത്തവരൊക്കെ അത് പോയിട്ട് കാണാം. ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുക്ക്വെയർ സെറ്റുകളും ഡെക്കോർ ഐറ്റംസും അങ്ങനെ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളുള്ള ഷോപ്പുകളുടെയൊക്കെ എക്സ്പ്ലോർ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവരും ഈ വക ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവരും വീഡിയോസ് പോയിട്ട് കാണാം.
അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ നമ്മളെ വീഡിയോസ് ഒരുപാട് കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റുമെങ്കിൽ ലൈക്കും കമൻറ്റും കൂടെ ചെയ്യുക. ഞങ്ങൾ വീഡിയോ ഇഷ്ടമായ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണേ. ഞങ്ങളെ വീഡിയോ കാണുന്നവർക്കും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണവർക്കൊക്കെ താങ്ക് യു. ഞങ്ങളെ വീഡിയോ കാണുന്നവർക്കും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണവർക്കൊക്കെ താങ്ക് യു. ഞങ്ങളെ വീഡിയോ കാണുന്നവർക്കും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം.